കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചു വെച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമത പിടിച്ചോതിമന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ട് നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമ ഹൃദി കളിയാടിടുവാൻ കൈ തൊഴും നീൻ. ആ താമ്രപാണി കമല പ്രണയ പ്രദോദമാ ലോലഹാരമണികുണ്ടല ഹേമസൂത്രം ആ വിശ്രമാംബുഗതമംബുദ നീലമവ്യാദാദ്യം ധനഞ്ജയരഥാഭരണം മഹോന. സജ്ജനങ്ങളെ, ആരാധ്യരെ, സുഹൃത്തുക്കളെ, നാം ഇന്ന് യുദ്ധത്തിൻ്റെ പര്യവസാനത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും ദുര്യോധനൻ ദ്വൈപായന ഹ്രദം എന്ന് പറഞ്ഞൊരു ഹ്രദത്തിൽ, അതായത് ഒരു തടാകത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. നമുക്ക് നോക്കാം. നിർജ്ജരേന്ദ്രാത്മജ പൂർവജൻ ധർമ്മജൻ സജ്ജന അഗ്രേസരൻ വിജ്വരാത്മാനൃപൻ അച്യുതാംഘ്രിസ്ഥിതാന്തക്കരണോത്തവൻ അച്യുതനോടുണർത്തിച്ചിതു സാകുലം. പോരിൽ മരിക്കുന്നതിനു ഭയപ്പെട്ടു നീരിലൊളിച്ചു കിടക്കുന്ന മന്നവൻ പാരിൽ നികന്നു വരികിലല്ലോ നമുക്കാരാലെതിർത്തു കുരുതുകൂടൂ ഹരേ. സദ്ഗുണനായ യുധിഷ്ഠിരനോടഥ നിർഗുണനായ ഭഗവാനരുൾ ചെയ്തു. വൃത്രനെ കൊന്നിതു വൃത്രാരിമായയാ നക്തഞ്ജരേന്ദ്രനെ കൊന്നിതു രാഘവൻ. ശത്രുക്കളെ ഒരു ജാതി ഞാനും കൊന്നു. ശത്രു സംഹാരത്തിനെങ്ങനെയെന്നില്ല വല്ല കണക്കിലും വൈരികളായോരെ കൊല്ലുക നന്നതു ഭൂപതിമാർക്കെടോ. ക്ഷേപിച്ചു ചൊന്നാൽ അഭിമാനമുള്ളവർ കോപിച്ചു ചാടുമതിനില്ല സംശയം. നിന്നാ വചനം പറക നീയെന്നു ഗോവിന്ദൻ പറഞ്ഞത് കേട്ടോരു ധർമ്മജൻ ചൊന്നാൻ സുയോധനൻ തന്നെ നിർഭത്സിച്ചു മന്നരിൽ. നാണമില്ലാത്ത നരാധമാ മൂഢൽ മുമ്പനായി വംശമൊടുക്കുവാനൂഢമോദേന പിറന്ന കുലാധമാ. ഭീമനെ കെട്ടി വെള്ളത്തിലിട്ടോരു നിൻ ഭീമകർമ്മത്തിൻ ഫലമനുഭൂതമോ. നീയല്ലയോ കടിപ്പിച്ചതു പാമ്പിനാൽ, നീയല്ലയോ വിഷച്ചോറ ശിപ്പിച്ചതും, നീയല്ലയോ കള്ളച്ചൂതു പൊരുത്തതും, നീയല്ലയോ പിടിച്ചിട്ടതും കൃഷ്ണയെ, നീയല്ലയോ വിപിനത്തിനയച്ചതും, നീയല്ലയോ ഭഗവാനെ നിന്ദിച്ചതും, നീയല്ലയോ കുമാരം വധിപ്പിച്ചതും, നീയല്ലയോ ഗുരു തന്നെ വഞ്ചിച്ചതും, നീയല്ലയോ ചതിച്ചിത്തരം കർമ്മങ്ങൾ നീചരോടൊന്നിച്ചു ചെയ്തതു ചൊല്ലുക. ദുശാസനങ്ങ് തമ്പി എങ്ങോ തവ വിശ്വാസമുള്ള ശകുനി എങ്ങോ സഖേ. കർണനായുള്ള ചങ്ങാതി എങ്ങോ തവ ദുർനയക്കാതലായുണ്ടായ നിന്നുടെ ബന്ധുക്കളും പടയും പുനരെങ്ങു പോയന്തമില്ലാത്ത അഭിമാനമിപ്പോളെങ്ങ്. ഭൈരവമായുള്ള വാക്കും പദവിയും പൗരുഷപ്രൗഢിയും ഗംഭീരഭാവവും സർവനിന്ദാ കടാക്ഷാവലോകങ്ങളും ദുർവാരഗർവവും ദുർവീര്യകർമ്മവും ഇപ്പോൾ എവിടെ നീ വച്ചിരിക്കുന്നതു ദുഷ്പ്രഭാവം പൂണ്ട ദുര്യോധന പ്രഭോ. നാണമുണ്ടെങ്കിൽ പുറപ്പെട്ടു വാണിയിടവനിയെ ഞങ്ങളെ കൊന്നു നീ നന്നായി പൊരുതു മരിച്ചു കൊള്ളല്ലായിൽ മന്നവന്മാർക്കുചിതമിത് രണ്ടുമേ. ഇങ്ങനെ പേടിച്ചൊളിച്ചു കിടക്കിലോ ഞങ്ങൾക്കു കൂടെ നാണക്കേടകപ്പെടും. പോരുവംശത്തിലല്ലോ പിറന്നു ഭവൻ പോരിലൊളിക്കുമാറില്ലവരാരുമേ. ധർമ്മജവാക്കുകൾ ഇത്തരം കേൾക്കയാൽ മർമ്മങ്ങൾ തോറും മുറിഞ്ഞു സുയോധനൻ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടടങ്ങിയിടുകയില്ലെന്ന് കൽപ്പിച്ചു ചൊല്ലിനാൻ. ഉത്തരമല്ലലോടും തഥാ നല്ല യുധിഷ്ഠിരൻ തന്നോടതു നേരം. നയവിനയമുഖ സകല ഗുണമുടെ ഭൂപതി നന്നു നന്നിത്തം പറഞ്ഞ് തിനിമതി. മരണഭയമകതളിലുണ്ടതില്ലെന്നും ഇല്ലത് കരുതിയല്ല വെള്ളത്തിൽ കിടന്നു ഞാൻ. പാരം മുറിഞ്ഞുള്ള വേദന തീരുവാൻ നീരിൽ മുഴുകിക്കിടന്നിതു ഞാനെടോ. ത്വരകരഥ കവച ശരചാപങ്ങളാദിയാം സുഭട സമരാംഗമില്ലൊന്നുമെന്നാകിലും വിരവുടെഴുന്നേറ്റു ഞാൻ. നിങ്ങളെ കൊല്ലുവൻ വേണമെൻ മാനമില്ലെന്നുമുണ്ടുള്ളിൽ മേ.
സുഹൃതനുജസുത ഗുരുപിതാമഹന്മാരുമെൻ തുല്യമില്ലാത്ത പടയും മുടിഞ്ഞിതു. അപ്പം ധർമ്മപുത്ര ഭഗവാനോട് പറയുന്നു, ഇങ്ങനെ വെള്ളത്തിൽ കടന്നാൽ എന്തെന്ന് എങ്ങനെ ഭഗവാനെ അവനോട് യുദ്ധം ചെയ്യേണ്ടത്? ആയുധം എടുക്കാതെ ആളോട് യുദ്ധം ചെയ്യാൻ പാടുണ്ടോ? അത് നൃപന്മാർക്ക് പറഞ്ഞതല്ലല്ലോ, രാജാക്കന്മാർക്ക് ഭൂഷണമല്ലല്ലോ അതെന്നെല്ലാം പറയുന്നു. അന്നേരം പറഞ്ഞു, വല്ലാത്ത വർത്താനം പറയും, അപ്പോഴ് ഒരുവിധ നാണുണ്ടെങ്കിൽ കയറി വരുമെന്ന് പറഞ്ഞു. അന്നേരം ധർമ്മപുത്രർ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തത് തന്നെ, ഇല്ലാത്തതൊന്നുമല്ല, അങ്ങനെയെല്ലാം പറയുന്നു. പണ്ട് നീ അങ്ങനെ ചെയ്തിട്ടേ, ഇങ്ങനെ ചെയ്തിട്ടില്ലേ, ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നല്ല, അങ്ങനെ ഒരുപാട് പറയുന്നു. അപ്പോൾ അല്ലാതെ എന്നാന്ന് പറയാ, മർമ്മങ്ങൾ തോറും മുറിഞ്ഞു, അത്രയും ഒരു അല്ലാതൊരു ശരീരത്തിനേക്കാളേറെ മനസ്സിന് മുറിവ് പറ്റിയ വാക്കുകൾ കേട്ടപ്പോൾ. അങ്ങനെ പറഞ്ഞു, ഞാൻ അതുകൊണ്ടൊന്നല്ല കിടക്കുന്നത്, നിങ്ങൾക്ക് മരണഭയം ഇല്ലാന്നുമില്ല ഉണ്ട് എന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്, അതുകൊണ്ട് അല്ല കിടക്കുന്നതിൻ്റെ ആ മുറിവിൻ്റെ വേദന ഒന്ന് വെള്ളത്തിൽ മുങ്ങിയാൽ പോകുമല്ലോ എന്ന് ചോദിച്ചിട്ടാന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാം പോയില്ലേ, ഇനി ഞാൻ ഇന്ന് വേണ്ട ഒറ്റ ഏകാഗിയായില്ലേന്ന് പറഞ്ഞു. ശേഷിച്ച നിങ്ങളെയും കൊല ചെയ്ത് നിശേഷിച്ചു ഞാൻ, ഒരുത്തൻ വസിച്ചിടുന്നാൽ ഒരു സുഖവുമില്ലതെല്ലാം നിരൂപിച്ചു ഞാൻ. ഒന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ ധരാപതേ കാനനാന്തത്തിലിരുന്നു തപസ്സു ചെയ്താനന്ദമോടു പരഗതി തേടുവൻ രാജ്യവും വാണിരുന്നീടുക ധർമ്മജൻ പൂജ്യനായ എന്തൊരു ഹാനി നമുക്കതിൽ എന്നിവ കേട്ടൊരു മന്നവൻ ധർമ്മജൻ ചൊന്നാൻ ധൃതരാഷ്ട്രപുത്രനോടുത്തരം, എന്നുടെ രാജ്യത്തെ നിന്നോടിരന്നുകൊണ്ടിന്ന് ഞാൻ മന്നവനായി വാഴേണമോ? പിന്നെ നിനക്കുള്ളതെങ്കിലോ കേവലം തന്നുകൂടൂ, നിനക്കെന്നോ മതിക നീ ജലമതിലൊളിച്ചു കൊണ്ടിത്തരം വാക്കുകൾ ജളരിൽ ബിരുദുള്ള നീ ചൊന്നതെല്ലാം മതി വരിക, രണഭൂരിവിൽ ഞങ്ങളെ കൊന്നു നീ വാഴുക, അല്ലാകിലോ വാനിൽ വാണിയിടുകായമതനേനൊടു ഗുരുകുലാധിപൻ ചൊല്ലിനാനേകാകിയായിതു ഞാനെങ്കിലും ഇനി നിങ്ങളൊരുത്തനോടു മതിയായി വരുമിങ്ങും രഥാദികളിൽ എനിക്കാകിയാൽ ദ്വന്ദ്വയുദ്ധത്തിൽ ചതിക്കയില്ലെങ്കിലോ വന്നു പൊരുതൊടുക്കിയിടുവൻ നിങ്ങളെ മറ്റു പലരും ഒരുത്തനുമാകിലോ ചെറ്റു നിരൂപിച്ചു വേണം എനിക്കിനി എന്നത് കേട്ടു പറഞ്ഞിതു ധർമ്മജൻ, നിന്നോടൊരുത്തനെ ഞങ്ങൾ എതിർക്കുന്നു, നാണമുണ്ടെങ്കിൽ പൊരുവാൻ വരിക നീയാണെങ്കിൽ മറ്റെന്തിനിത്തരം ചൊല്ലുന്നു. കുമതി കുരുകുലപതി ഉടഞ്ഞു പൊങ്ങിയിട്ട് ഞാൻ കോപ്പു കണ്ടേറ്റം ചിരിച്ചതെല്ലാവരും പൊരുവതിനു വരുവിനൊരുവൻ മഹാവീരരെ പോയി പറഞ്ഞെന്നെ ചതിയായികയും വേണം എന്നു സുയോധനൻ ചെന്നത് കേട്ടപ്പോൾ നിന്ന മുകുന്ദൻ തിരുവടിയും ചൊന്നൻ, ഞങ്ങളിൽ ആരെന്നു ചോദിച്ചു കൊള്ളൈക നിങ്ങൾക്കൊരുത്തർക്കുമാവല്ല അവനോട്, പക്ഷേ പവനതനേനു സംശയം ഇക്കുരു വീരനെളുതല്ല നിർണയം ശിക്ഷ കൊണ്ടേറ്റമധികൻ കുരുപതി മുഖ്യത ശക്തി കൊണ്ടാക്കിലാം ഭീമനും തങ്ങളിൽ തന്നെ പൊരുകെന്നതേ വരൂ, നിങ്ങളടങ്ങുവനെന്നോ മുരരിപു ചെന്നതു കേട്ടു ഞാൻ കൊല്ലുന്നതുണ്ടെന്നു സന്നദ്ധനായി മുതിർന്നാൻ മൃഗോധരൻ കുറ്റമൊഴിഞ്ഞു. പോർക്കാൺമാനതു നേരം ചുറ്റുമിരുന്നിതു മറ്റുള്ളവர்களுം മുന്നം പടയ്ക്കു കോപ്പിട്ടതറിഞ്ഞു താനൊന്നിനും കൂടുന്നതല്ലെന്ന് കൽപ്പിച്ചു തീർത്ഥമാടിയിടുവാൻ പോയ മുസലിയും ക്ഷേത്രങ്ങളും പല തീർത്ഥങ്ങളും കണ്ടുപേർത്തും പ്രഭാസം പ്രവേശിച്ചു തന്നേരം ധാത്രി ഭരഹരൻ തന്നെ മായ നാരദൻ താനും അവിടെ കെഴുന്നള്ളി ഭാരത വൃത്താന്തമൊക്കെ അറിയിച്ചാൻ. ഇപ്പോൾ സുയോധനനാം തവ ശിഷ്യനെങ്കിൽ പുള്ള ഭീമനും തങ്ങളിലുള്ളപ്പോൾ ഞാനതു കാൺമതിനായിതാ പോകുന്നു കാണേണ്ടു പോന്നതു പോരിക വൈകാതെ തേരിലേറിയിട്ട് ഞാൻ അപ്പോൾ മുസലിം നാരദൻ തന്നോടു കൂടവേ സത്വരം തെറ്റെന്ന് പോർക്കളും പുക്കോരനന്തരം മറ്റുള്ളവர்கள் വിഷണ്ണരായിടിനാർ ഉത്ഥാനവന്ദനാദ്യാചാരവും ചെയ്തു ചിത്താകുലതയാ നിന്നിതെല്ലാവരും സന്തോഷം ഉൾക്കൊണ്ടു ചെന്താമരാക്ഷനും ചെന്താരടീണ കുമ്പിട്ടു കുപ്പിനൻ ഭക്തിയാ നമസ്കാരവും ചെയ്തു വന്ദിച്ചു ചിത്തം തെളിഞ്ഞു സുയോധനും നിന്നാൻ പോക്കു സരസ്വതി തന്നുടെ നിൽക്കരെ പോകാ സമസ്ത പാപാപഹമെത്രൈവ പുണ്യദേശേ മരിച്ചാൽ ഗതി നിർണയമെന്നു കേട്ടൊക്കെ നടന്നിതു മന്നരും ഞങ്ങളിലുള്ള പോർ കാൺമതിനായിക്കൊണ്ടു നിങ്ങളെല്ലാവരും ഇരിക്ക പരക്കവേ എന്നു സുയോധനൻ ചൊന്നത് കേട്ടപ്പോൾ മന്നവന്മാരുമിരുന്നു ബലനുമായി ചെന്നു പടിഞ്ഞാറിരുന്നു സുയോധനൻ അങ്ങലറിപ്പറഞ്ഞിതു ഭീമനും നല്ലൊരക്കില്ലവും പണി തീർത്തതെല്ലാവരും ഇരിക്കുന്ന സമ്മാനിച്ചു ചൊല്ലിയതെല്ലാം പരമാർത്ഥമെന്നോർത്തു കല്യാണം കൊണ്ടു മുന്നമിരുന്ന നാളമ്മയും
ബാലകന്മാരായ ഞങ്ങൾ നിർമര്യാദങ്ങളേതുമറിയാതെ വിശ്വാസം ഉൾക്കൊണ്ടുറങ്ങുന്ന നേരത്തു വച്ചാൻ പുരത്തിനടച്ചു തീ ചുറ്റുമേ കള്ളച്ചൂതിട്ടു ചതിച്ചു നാടും വീടുമുള്ള ധനങ്ങളുമൊക്കെ പറിച്ചതും വന്നു രജസ്വലയായ പാഞ്ചാലിയെ ചെന്നു പിടിച്ചെല്ലാവരും കൺകെ ഉണ്ടായ അവസ്ഥ പറഞ്ഞു കൂടുന്നതിലുണ്ടോ മറക്കുന്നതെന്നു ഞാൻ കണ്ടവ എല്ലാം അറിഞ്ഞിരിക്കുന്നതു ദൈവം ഇന്നെല്ലാം അതിനൊത്തവണ്ണം വരുത്തുക. അങ്ങനെ പറഞ്ഞു കുറേ ആഭാസത്തരം ഉള്ള വാക്ക് പറഞ്ഞപ്പോൾ എണീറ്റ് വന്നു. അത് വന്നിട്ട് പറഞ്ഞു, എല്ലാം പോയി, ഇനി എനിക്ക് ജീവിക്കണമെന്നൊന്നുമില്ല, അയാൾ യുദ്ധം ചെയ്ത് രാജ്യം ഭരിക്കണമെന്നൊന്നുമില്ല, ഞാൻ കാട്ടിൽ പോയിട്ട് പിന്നെ തപസ് ചെയ്തിട്ട് പരഗതി നേടിക്കോളാം, നിങ്ങൾ രാജ്യം ഭരിച്ചിരുന്നോ എന്ന് പറഞ്ഞു. അന്നേരം ധർമ്മപുത്രർ പറഞ്ഞു, എൻ്റെ രാജ്യത്തിന് ഞാൻ നിന്നോട് ഇരുന്നിട്ട് വേണം ജീവിക്കാൻ, അതിൻ്റെ ആവശ്യമില്ലല്ലോ എനിക്കെന്ന് പറഞ്ഞു. എന്നോട് രാജ്യത്തെ നിന്നോടിരുന്നുകൊണ്ട് ഇന്ന് ഞാൻ മന്നവനായി വാഴണമോ? അപ്പം നിൻ്റെതാണെങ്കിലേ എനിക്ക് തരാൻ പറ്റും, നിൻ്റെതും അല്ല എന്ന് പറഞ്ഞു. അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യമൊക്കെ ആരെങ്കിലും ഒരാൾ മാത്രം എന്നോട്, അതും ചതി ചെയ്യാനും പാടില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ, വേഗം അങ്ങ് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം അതാണ്, ഈ ധർമ്മപുത്രരുടെ ചെയ്യാമെന്ന് പറഞ്ഞപ്പം ഭഗവാൻ പറഞ്ഞു, ഞങ്ങളിൽ ആരും എനിക്ക് വേണ്ടത് യുദ്ധത്തിനൊന്നും ചോദിക്കല്ലേ, ആർക്കും രക്ഷപ്പെടാനാവില്ല അവനോട്. ഭീമന് ഒരു സമയം മൂക്കുണ്ട്, പിന്നെ ശരീരശേഷിയുണ്ട്, മറ്റ് യുദ്ധത്തിനുള്ള സാമർഥ്യം അധികം മറ്റേ ആൾക്കുമാണ്. അതുകൊണ്ട് അങ്ങനെയായാലും അവർ രണ്ടാളും കൂടി നോക്കട്ടെ എന്നും പറഞ്ഞു. അപ്പോൾ സരസ്വതിയുടെ നദിയുടെ തീരത്തിരുന്നിട്ട് യുദ്ധം ചെയ്യുക, അവിടെ പുണ്യ സ്ഥലത്താകുമ്പം പരഗതി കിട്ടും മരിച്ചാലെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്ക് ബലരാമസ്വാമിയും വന്നു. അന്നേരം പറഞ്ഞ് എല്ലാവരും ഇരിക്കും, ഞങ്ങളുടെ യുദ്ധം കാണാമെന്ന് എല്ലാവരും ഇരുന്നു. അപ്പോൾ ഭീമസേനൻ തുടങ്ങി ഓരോന്ന്, ഞങ്ങൾ അരക്കില്ലത്തിലിട്ടിട്ട് പിന്നെ ഇവിടെ താമസിച്ച് പറഞ്ഞിട്ട് അരക്കില്ലം കത്തിച്ചിട്ട് ഞങ്ങളെ കൊല്ലാൻ നോക്കിയിട്ടേ, പിന്നെ അങ്ങനെയല്ല ഓരോന്ന് കള്ളച്ചൂത് ചെയ്തിട്ട് നാടും വീടും പറിച്ചിട്ടില്ലേ, പിന്നെ രജസ്വലയായ പാഞ്ചാലീനെ തലമുടി പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് എല്ലാവരും കാണുക അവിടെ വസ്ത്രം അയക്കാൻ നോക്കിയിട്ടില്ലേ, ഞങ്ങളെങ്ങനെ ഇതെല്ലാം മറക്കുന്നു. എല്ലാം അറിയുന്ന ഒരാളുണ്ടല്ലോ ഈശ്വരൻ, അത് ഈശ്വരൻ എന്നാ വേണ്ടിച്ച് ചെയ്തോളാന്ന് പറഞ്ഞ് ചെയ്യട്ടെ എന്നും പറഞ്ഞിട്ട് ഇത്തമ്പരകയും അട്ടഹസിക്കയും മധ്യമിഴികളിൽ വാരിപൊഴിക്കയും കോപം മുഴുക്കയും ദേഹം വിറക്കയും പല്ലുകടിക്കയും കണ്ണു ചുവക്കയും കാണുന്നവർക്കുൾ പേടിയാകും വണ്ണം മാനിച്ചു മാരുതി നിൽക്കുന്നത് കൊണ്ട് സാക്ഷാൽ നരസിംഹമൂർത്തി കോപത്തോട് പോർക്കൂ ഹിരണ്യകശുവിനെ കണ്ടു ശീഘ്രം അടുക്കുന്നതെന്ന് തോന്നി ബലാലാക്രമിക്കാമല്ലിവനെ എന്നാർജനം നിർഹ്ലാദവും ചെയ്തു നിൽക്കുന്ന ധർമ്മജൻ പ്രഹ്ലാദഭാവം കലർന്നാനതു നേരം പോരും പറഞ്ഞതു, വീരശിഖാമണേ പാരം മതമുള്ളതിന്നടക്കിയിടുവൻ പോരിൽ ഞാനെന്നു സുയോധനൻ ചൊന്നപ്പോൾ നേരെ ഏകത കൊണ്ടടിച്ച മൃഗോദൻ തല്ലു തട്ടിക്കളഞ്ഞൊന്നു തച്ചിടൻ ചൊല്ലെഴും കൗരവൻ വായൂതനെ നില്ലെന്നു തല്ലും തടുത്തൽ കാണുന്നവർക്കുള്ളിൽ വായിക്കുമ്പടി തച്ചിത് ഭീമൻ ധരിച്ചതു കൈത്തലമുറ്റത്തിൽ ഒച്ചവും ഈ നിലത്തേൽക്കയാൽ അച്യുതൻ കൂടെ ചിരിച്ചാൻ അതു നേരം അച്ചിരിവുണ്ടാൻ അനില തനിയനും ചപല പതനോത്താപന ഭ്രമണങ്ങളിൽ ചതുരത കലർന്ന ശൂരന്മാരിരുവരും തുങ്കങ്ങളായുള്ള ശൈലങ്ങളിൽ നിന്നു ചെങ്കല്ലലിഞ്ഞൊഴുകിയിടുന്നതുപോലെ ആ പാതചുടമണിഞ്ഞിതു ചോരയും കോപാതിരേകാലലർന്ന നാദവും മഞ്ഞുഞ്ഞ ഭീതിയുണ്ടാകുന്ന വേഷവും കൊന്നാലും ഉള്ളിലടങ്ങാത്ത രോഷവും മുന്നമേ ചെയ്തവയോ ഓർത്തു വിദ്വേഷവും ബ്രഹ്മാണ്ടമെല്ലാം കുലുങ്ങുന്ന ഘോഷവും യുദ്ധകൗശല്യങ്ങൾ കണ്ടു സന്തോഷവും ബദ്ധദാഹേന വക്രാബ്ജ സംശോഷവും ചിത്തേ കലർന്നവരൊപ്പം വരുന്നേരം ചിത്രം വിചിത്രമെന്നു ജനമില്ലെങ്ങുമേ പഴുതൊന്നു തച്ചിടുവാനുള്ളോളമെന്നതു കണ്ടു മൃഗോദരൻ തന്നുള്ളിലുള്ള ഒരഹംഭാവം വെച്ചു ധന്യനാം കൃഷ്ണനിലായതു ചിത്തവും മാരുതപുത്രനു ഭാവം ക്ഷയിക്കുകയും കൗരവവീരന് ശൗര്യം പെരുക്കയും കണ്ടിണ്ടൽ മുഴുത്തോരു ഫൽഗുനൻ കൊണ്ടനേർവർണ്ണനോടാശു ചൊല്ലിയിട് ഞാൻ എൻ്റെ ഭഗവാനെ ദീനതയാനിതേ നിന്റെ തിരുമനസ്സെന്തൊന്നു ദൈവമേ നോക്കുക മാരുതിക്കാക്കം കുറഞ്ഞിതു പോർക്കൂ സുയോധനനില്ലൊരു ചഞ്ചലം എന്നത് കേട്ടരുൾ ചെയ്തു മുകുന്ദനും നന്നും സുയോധനൻ ശിക്ഷ കൊണ്ടേറ്റവും നിന്നോടൊരുത്തനേ പോർ ചെയ്യുവനെന്നതു മുന്നമേ ധർമ്മജൻ ചൊന്നതു കാരണം വന്നിതു ചാപല്യം ഇപ്പോൾ നമുക്കെല്ലാം കൊന്നുകൊള്ളുവാനൊരു ഉപായവും കണ്ടില്ല നേരെ വെറുതെ ജയിച്ചുകൂടാ എന്നും വീരനായൊരു ധൃതരാഷ്ട്രപുത്രനെ
അതിഗംഭീരായ യുദ്ധം. രണ്ടാളിങ്ങനെ പിന്നെ ചോര അണിഞ്ഞിട്ടുള്ള രണ്ട് ശരീരമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ മുമ്പോട്ടുള്ള നീക്കം കാണുമ്പോൾ അർജുനന് പേടിയായി. അങ്ങനെ പറയുന്നു, എൻ്റെ ഭഗവാന് ദീനതയാനിതേ, എന്തെന്നാണ് ഭഗവാന്റെ തിരുമനസ്സെന്ന് അറിയുന്നില്ല. എൻ്റെ ഏട്ടനിപ്പോൾ ഒന്നും കഴിയാതെ ആയല്ലോ എന്ന് പറഞ്ഞു. നോക്കുക മാരുതി, കാക്കം കുറഞ്ഞത് പോർക്കു സുയോധനില്ലൊരു ചഞ്ചലം. സുയോധനാന്ന് ഒറ്റ ലേശം ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല യുദ്ധം ചെയ്യാൻ എന്നെല്ലാം പറഞ്ഞു. ഓനിപ്പം കൊല്ലാനൊരു ഉപായവും കാണുന്നില്ല. ഓന് നേരെ പൊരുത്തിട്ട് ജയിക്കാനാവൂല ആർക്കും. പിന്നെ ശത്രുക്കൾ മിക്കതുമൊക്കെ മുടിഞ്ഞിതു ചത്തിയിലൊരു അവരിൽ വച്ചെന്നാകിൽ വല്ല പ്രകാരവും കൊൽകുന്നതേ വരൂ. വല്ലായ്മയല്ലായി നല്ലതല്ലേതുമേ കാലാന്തരം കൊണ്ട് ദുർബലനാകിലും മൂലവിനാശമോൻ വരുത്തിയിടുമേ വ്യാജേന കൊല്ലാമരികളെ നിർണയം. രാജനയങ്ങൾ നിരൂപിച്ചു കൺകിലോ ഉരുതന്മേലടിച്ചാൽ മരിച്ചിടുമി. വീരൻ അതിനൊരു ശാപവും ഉണ്ടിടോ വീരകഥായുദ്ധമാകയിലൊരുത്തരോടാരുമേ. അരക്ക് കീഴ്ത്തല്ലോ മാറില്ലല്ലോ പോരാപനടതു ധർമ്മത്തിനേതുമേ പോരിൽ ചതിക്കരുതെന്നല്ലോ ചൊല്ലുന്നു. എന്നാലും ഇന്നത് ചെയ്യുന്നതേ വരൂ. കൊന്നിടുവാൻ പണിയല്ലായിൽ എന്നുമേ മേളം കലർന്നു തുടമേലതു നേരം താളം പിടിച്ചു തുടങ്ങിനാൻ അർജുനൻ. അപ്പോൾ അറിഞ്ഞത് ഭീമനതു കണ്ടു. കെൽപ്പോടതിന്നു പഴുതു നോക്കിയിട്ട് ഞാനൊന്നു കൊള്ളാതൊഴിഞ്ഞൊന്നു തച്ചിടുവാനില്ല കഴിവെന്നു കണ്ടു. മൃഗോദരൻ തൻ്റെ തലക്കൊരു തല്ലുകൊണ്ടും കളഞ്ഞെന്തൊരു കഷ്ടം. തുടക്കു തച്ചിടുന്നതും പ്രാണനോടാശു നിലത്തു സുയോധനൻ വീണതു കാലവും ഒടിഞ്ഞു വിധിവശാൽ. ഒരുപാട് ആൾക്കാരുടെ ശാപമുണ്ട് ഈ ദുര്യോധന്. അങ്ങനെ ഒരു മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊടുക്ക് പകുതി രാജ്യം കൊടുക്ക്, പിന്നെ നല്ല ആൾക്കാരാണ് അവർക്ക് കൊടുക്ക് എന്ന് പറയുമ്പം തുടക്കം അടിച്ചിട്ട് പരിഹസിച്ചിട്ട് ചിരിച്ചിന്. അപ്പം അദ്ദേഹം എന്ത് പറഞ്ഞു, ഭീമന്റെ തല്ല് നിന്റെ തുടമേൽ കൊണ്ടു ചാകാ ഭൂമി പാലക കുലനാശകനായ നീയും. അങ്ങനെ ശപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അമ്മയുടെ മുമ്പിൽ ഒരു വസ്ത്രം ഒന്നുമില്ലാതെ അമ്മയുടെ ആ കെട്ടിയ കണ്ണല്ലേ, ആ കണ്ണ് അഴിച്ചിട്ടൊന്ന് നോക്കിയാൽ ഇവൻ്റെ ശരീരത്തിൽ മുഴുവൻ ഒരു കവചം പോലെ വരും. അതുകൊണ്ട് അങ്ങനെ ആരോ പറഞ്ഞു കൊടുത്തിട്ട് അന്ന് അത് പോവാൻ ഭാവിക്കുമ്പോൾ ഭഗവാൻ അവിടെ എത്തി. കഷ്ടം ഇത്രയെല്ലാം വലിയ ആളായിട്ട് അമ്മേൻ്റെ മുമ്പിൽ ഉടുവസ്ത്രമില്ലാതെ പോകുന്നത്, അയ്യോ എന്തൊരു നാണക്കേടെന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം ഒരു വാഴ ഇല എടുത്തിട്ട് ഈ അരക്ക് മാത്രം ഇങ്ങനെ കവർ ചെയ്തിട്ട് അമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വാഴ ഇലയുടെ പിന്നെ അതത്ര സ്ഥലത്തെത്തി ആ സ്ഥലത്ത് തല്ലുകൊണ്ടാലേ മരിക്കൂലോ, ബാക്കിയൊക്കെ കവചം പോലെ ആയിന്. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടൊന്ന് തലക്കൊരടി കൊണ്ടിട്ട് തുടക്കൊരടി കൊടുത്തു. അപ്പം നിലത്ത് പോവുകയും ചെയ്തു പ്രാണനോടെ. തന്നോട് മുന്നവൻ ചെയ്ത കർമ്മങ്ങൾ ഒന്നിനോരോന്ന് തല്ലേണമെന്നോർത്തവൻ ഓരോന്ന് ചൊല്ലിയും ഓരോന്ന് തല്ലിയും നീ ചതിച്ചൊരു കർമ്മത്തിനാൽ ആശു ചതിച്ചൂർ കൊണ്ടിതു നിന്നെ ഞാൻ ഇത്തരം മാരുതി ചൊൽകയും തെയ്യുകയും. മത്തനാകം ബലഭദ്ര കണ്ട നേരെ ഹലവും മുസലവും കൈക്കൊണ്ട് ഘോരതയോടും അടുക്കുന്നത് കൊണ്ട് വീരഭദ്രൻ പണ്ട് ദക്ഷനെ കൊല്ലുവാൻ വീറോടുകൂടി അടുക്കുന്നത് പോലെ വേഗാലടുക്കുന്നത് കൊണ്ട് മാധവൻ യോഗേശനായുള്ള യോഗസ്ഥനീശ്വരൻ ആഗമക്കാതലാമാദിനാഥൻ പരൻ ഭോഗീന്ദ്ര ഭോഗശയനൻ മധുരിഭൂ സച്ചിൽപ്പുമാൻ പുരുഷോത്തമൻ അവ്യേനച്യുതനാനന്ദമൂർത്തി പരാപരൻ കോമളൻ ഗോകുലനായകൻ കേശവൻ രാമനെ ചെന്നു തഴുകിപ്പറഞ്ഞിതു. ബന്ധുക്കളായ നാം ഒന്നിനും കൂടരുതെന്തു കോപത്തിനു കാരണമോർക്കണം. നമ്മുടെ താതഭഗിനിതൻ മക്കൾ ഈ ധർമ്മജനാദികൾ എന്നും അറിയണം. പിന്നെ സുഭദ്രയെ വേട്ടതും അർജുനൻ നന്നു നന്ദിത്തൊഴിച്ചടങ്ങേണമേ കൊണ്ടും കൊടുത്തും നരന്മാർക്കു ചാർച്ചയുമുണ്ടായി വരഞ്ഞതു ചേർച്ചയും നിർണയം. പിന്നെ വിശേഷിച്ചു തങ്ങളിലുള്ളതിനൊന്നിനും പോകാൻ അവകാശമില്ല. നാം ആ യോധനത്തിന് കോപ്പിട്ടതിൽ പിന്നെ ആയുധം തൊട്ടിയില്ല ഞാനെന്നറിയണം. ധാർത്തരാഷ്ട്രന്റെ നിയോഗേന സൂതനായി പാർത്ഥനു തെളിച്ചേൻ. അതിനെന്തഹോ ഇത്തരം മാധവൻ ചൊന്നോരനന്തരം ചിത്തം കലങ്ങി. ബലഭദ്രനും ചൊന്നൻ കൊല്ലുമാറുണ്ട് പലരെയും പോരതിൽ തല്ലുമാറില്ല. മാറത്തു നിന്നാരുമേ യോഗ്യമല്ലേതുമേ മാരുതി ചെയ്തതു. യോഗ്യമായുള്ളതേ കണ്ടു പൊറുക്കാവുണ്ടോ പതക്കൂ. കടകം പറഞ്ഞിട്ടു കണ്ടീലയോ ചതി ചെയ്തതു മാരുതി എന്നത് കേട്ടരുൾ ചെയ്തു മുകുന്ദനും. നന്നു നന്ദിച്ചതി കണ്ടതും അഗ്രജൻ എത്ര തരം ചതി ചെയ്തു സുയോധൻ. നിത്യനാമീശ്വരൻ ഇല്ലാതെയാകുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ.
വേണ്ടതു തങ്ങളിൽ ചെയ്താലും എന്തു നാം വേണ്ടതടങ്ങുകെന്നേ വരൂ നിർണയം. കൃഷ്ണവാക്യം കേട്ടു രാമൻ തിരുവടി ഉഷ്ണിച്ചു ഭീമനെ നോക്കി നടകൊണ്ടാൻ. അപ്പം ബലഭദ്രസ്വാമിയുടെ പ്രിയ ശിഷ്യനാണ് ദുര്യോധനൻ. അപ്പം ഈ തുടക്ക തച്ച് അത് മാത്രമല്ല മാറത്ത് കയറി നിന്നിട്ട് ഓരോന്ന് പറയും, ഓരോന്നിടിക്കും. മതം തീരണ്ടേ, അതിനു വേണ്ടിയിട്ടുള്ള ആ കളി വീരസ്യം അത് കാണുമ്പോൾ നല്ലോണം ദേഷ്യം വന്നു. പറഞ്ഞു എന്തെന്നാണ് കളിക്കുന്നത്, കാല് കൊടുത്തിട്ട് പോന്നു, അതായത് കലപ്പിയെടുത്തിട്ട് പോന്നു ഭീമസേനെ കൊല്ല. അപ്പം ഭഗവാൻ പറയുന്നു ഇന്ന് കേട്ടാ നമ്മ എന്തിനു പോന്ന്, ഇത്രയും 18 ദിവസം യുദ്ധം ചെയ്തു, ഞാൻ ഒരു ദിവസം പോലും ആയുധം എടുത്തില്ല. ഞാനിങ്ങനെ അതും ദുര്യോധനൻ്റെ സമ്മതപ്രകാരം തന്നെയാണ് ഞാൻ അർജുനന് തേരാളിയായിട്ട് നിന്നത്. അപ്പം നമ്മൾ ബന്ധുക്കളാ ഒന്നിനും കൂടാൻ പാടില്ലാട്ടിനെന്നാണ് ഇങ്ങനെയെല്ലാം പറയുന്നെന്ന് പറഞ്ഞു. ഞാൻ ചതിയല്ലേ ചെയ്തത്, പിന്നെ തുടക്കമുണ്ടോ ഉണ്ടോ, പിന്നെ ഗതായുദ്ധത്തിൽ അരക്ക് താഴെ തല്ലാൻ എവിടെ വിധിയുള്ളത് എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അത് ചതിവല്ലേ. നേരം പറഞ്ഞു നന്നായി കേട്ടാ, ഇപ്പോഴെങ്കിലും ഒരു ചതിയാട്ടം കണ്ടുവല്ലോ. എന്തൊക്കെ ചതി ചെയ്തു, പിന്നെ വിഷം കൊടുത്തതോ ചതിയല്ലാത്തത്, പിന്നെ അരക്കിലും തീർത്തതോ ചതിയല്ലാത്തത്, ആ പിന്നെ പതിവ്രതയായ ആ പെൺകുട്ടീനെ കൊണ്ടുവന്നിട്ട് തുണി അഴിക്കാൻ നോക്കിയതോ, ഏതാണ് ഇവർ ചെയ്യാത്ത ചതിയാട്ടൻ. ഇപ്പം മാത്രം ഇത് കണ്ടത് നന്നായി എന്നെല്ലാം അങ്ങനെ ദ്വയാർത്ഥത്തിൽ പറഞ്ഞു ഭഗവാൻ. അപ്പം ദേഷ്യം വന്നിട്ട് അങ്ങ് പോയി. ഭീമസേന ഒന്ന് നോക്കി, എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. ദ്വാരാവതിയിൽ എഴുന്നള്ളി മേവിനാൻ താരങ്ങളോടും ഇടചേർന്നു രാമനും. ധാർത്തരാഷ്ട്രന്മാരെ ശേഷം മുടിഞ്ഞതു ധാത്രിയെ വാഴുക ധർമ്മജനെന്നതു കീർത്തിമാനായ ഭൃഗോദരൻ ചൊല്ലിനാനാസ്ത കലർന്നൊരു നാരായണനോടും പറഞ്ഞതു ദുഃഖം. യുധിഷ്ഠിരൻ അന്നേരം വന്നീല പാർത്ഥനുമേതുമേ സന്തോഷം. ചെന്താമരക്കണ്ണനപ്പോൾ അരുൾ ചെയ്തു എന്തൊരു തെളിഞ്ഞുരിയാടാഞ്ഞതു നിങ്ങൾ പാരം. തെളിഞ്ഞിതെനിക്കെന്നറിഞ്ഞാലും ആരത് ചെയ്തതു നന്നെന്നു നിർണയം പോരിലരികളെ കൊന്നൊടുക്കിയിടുക വീരരായുള്ള നൃപന്മാർക്കു ധർമ്മമോ എന്നിത്തരങ്ങളും കേട്ടങ്ങനെ മന്നവന്മാരും നടന്നു തുടങ്ങിനാർ. കണ്ടു നിന്നൊരു ദേവാദികൾ തങ്ങളും കൊണ്ടൽ വർണ്ണൻ തന്നെ വാഴ്ത്തി നടന്നതേ ദുന്ദുഭി ശംഖാദിവാദ്യരവത്തോടും നന്ദാത്മജനായ നാരായണനോടും ആശീർവചനവും ചൊല്ലിച്ചുടന്നൊരു ഭൂസരന്മാരോടും ഒന്നിച്ചു പാണ്ഡവർ സത്വരം കൈനിലപൊക്കോരനന്തരം. ബുദ്ധിയും കെട്ടുപോയി ഭോജകൃപാദികൾ പൊക്കിതു കൗരവർ തന്നെ കൈനിലയർക്കനും അർണവൻ തന്നിൽ വീണിയിടനൻ. എല്ലാവരും തേരിൽ നിന്നിറങ്ങിയിടനൻ. മല്ലാരിതാനും അരുൾ ചെയ്തിതന്നേരം മുൻപിലിറങ്ങു നീ അർജുന. പിന്നെ ഞാനും പർവൻ പുത്രനും അപ്പോൾ ഇറങ്ങിനാൻ. ഭക്തൽ മുൻപനായുള്ള ഹനുമാനും ചിത്തം തെളിഞ്ഞിറങ്ങിയിടിനാൻ ഭൂമിയിൽ. നാരായണൻ അഖിലേശൻ തിരുവടി തേരിൽ നിന്ന് അപ്പോഴേ പാരിലിറങ്ങിനാൻ. വെന്തു നീറായതു തേരും അന്നേരത്തു ചെന്താരടി വണങ്ങിയിടിനാൻ അർജുനൻ. എന്തിൻ കാരണം നാരായണ ഹരേ ചെന്താരിൽ മാതുതൻ പുണ്യവിലാസമേ. വൃത്രാരിപുത്ര വിജയ മഹാരഥമിത്രനാളും മുതാ കാത്തിതു ഞാനടോ. അസ്ത്രമാഗ്നേയം ഭരദ്വാജനന്ദൻ കുദ്ധനായി എയ്തതു കൊണ്ടതു വെന്തതും നാടും നഗരവും ധാന്യധനങ്ങളും വീടും വിജയവും പാണ്ഡവന്മാർക്കായി നാരിമാരെ പരിപാലിച്ചു കൊള്ളുവാൻ ആരുമേ ഇല്ല. പുരത്തിങ്കൽ വൈകാതെ പോക യുത്സോ നമുക്ക് നാളെ ചെല്ലാം. ഇന്നേ ഉറക്കം നമുക്കും ഇവിടെ എല്ലഞ്ഞ ദേശത്തു പോകണമെന്നിങ്ങനെ ധർമാത്മജനോട് നിർമ്മലൻ മാധവൻ ധർമ്മസ്ഥിതികരൻ താൻ അരുൾ ചെയ്തപ്പോൾ പുണ്യവാനായ യുധിഷ്ഠിരൻ ചൊല്ലുന്ന നിന്നുടെ കാരുണ്യമെന്നി എന്താശയം. അപ്പോൾ പറയുന്നു എന്തേ ഇനി ഏട്ടൻ രാജ്യം ഭരിക്കണം എന്ന് പറഞ്ഞു ഭീമസേന സന്തോഷം കൊണ്ട്. അപ്പോൾ ധർമ്മപുത്രർക്ക് സന്തോഷം വന്നില്ല, അർജുനനും വന്നില്ല. എന്താ കാരണം എന്നറിയില്ല. അപ്പോൾ ഭഗവാൻ ചോദിച്ചു എന്തേ നിങ്ങൾ തെളിഞ്ഞ് സന്തോഷത്തോടെ വർത്താനം പറയാത്തത്, എനിക്ക് നല്ല സന്തോഷമായി എന്നും പറഞ്ഞു ഭഗവാൻ. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും ഇറങ്ങിയ സമയത്ത് അർജുന അർജുനൻ ഇറങ്ങി. നമ്മുടെ മാരുതി ഉണ്ടല്ലോ ഹനുമാൻ സ്വാമി, അദ്ദേഹം ഇറങ്ങി. അപ്പോൾ ഭഗവാൻ ഇറങ്ങാലും ഈ പിന്നെ തേര് വെണ്ണീരായിപ്പോയി. അപ്പോൾ അർജുൻ ചോദിച്ചു എന്തെന്ന് ഭഗവാനെ ഈ കണ്ടത്, എന്താ ഇതിൻ്റെ കാരണം? അന്നേരം പറഞ്ഞു അർജുന ഇത്രയും നാൾ ഞാനാണ് ഈ രഥം കാത്തത്. ആ മുമ്പിൽ ആഗ്നേയാസ്ത്രം അയച്ചിട്ടുണ്ടായിട്ടില്ലേ ഭരദ്വാജനന്ദനൻ, അപ്പോഴേ ഇത് ഭസ്മായതാണ്. ഞാൻ പിടിച്ചു ഞാൻ ഇതിലുണ്ടായതുകൊണ്ടാണ് ഇത്രയും കാലം ഇത് കത്തിപ്പോവാതിരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ നമ്മളിവിടെ താമസിക്കാൻ പാടില്ല, നമുക്ക് പോകണം എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടി പോയി. അപ്പോൾ ഗാന്ധാരിയുടെ മക്കളെയും കൂട്ടിയില്ല, പിന്നെ
പാഞ്ചാലിയുടെ മക്കളെയും കൂട്ടിയില്ല, പാഞ്ചാലിയുടെ സഹോദരനെയും കൂട്ടിയില്ല, ബാക്കിയുള്ളവരൊക്കെ കൂട്ടിയിട്ട് ഭഗവാൻ അവിടുന്ന് പോയി. ഞങ്ങളെ രക്ഷിപ്പതാരുമറ്റീശ്വരാമംഗലമൂർത്തെ വിജയനു സൂതന ശത്രുക്കൾ ചൊന്നോരധിക്ഷേപാക്യം ശസ്ത്രങ്ങളും ഉള്ളിലേറ്റു പുറത്തതും ഞങ്ങളോടുള്ള തിരുവുള്ളമല്ലയോ ഞങ്ങൾക്കു മറ്റാരുമില്ലെന്നു ദൈവമേ. ഗാന്ധാരിയാകിയ മാതാവ് ഞങ്ങളെ ഭ്രാന്തി ആശപിച്ചതൊഴിച്ചരുളേണമേ. ദേവകീ ദേവി തിരുമകനീശ്വരൻ ദേവദേവൻ വസുദേവ തനിയനും ദേരിഹ കൊണ്ടുവാതാരു കാപോകണം നേരമെനി കളഞ്ഞിടരുതേതുമേ. ഹസ്തിന മായാപുരത്തിന് പോകണം അത്തൽ തീർത്തിയിടുവൻ പാണ്ഡവന്മാർക്കു ഞാൻ അന്ധനാകം. ധൃതരാഷ്ട്ര നൃപനെയും അന്തികെ ചെന്നു ഗാന്ധാരിയെ തന്നെയും കണ്ടു പറയണമെന്നു തന്നെ എന്നുകൊണ്ട് നേർവർണ്ണനുടൻ എഴുന്നള്ളിനാൻ ഭാരതകർത്ത പരാശരനന്ദനൻ പാരാതെ ചെന്നു ധൃതരാഷ്ട്രരെ കണ്ടു. നാശം കുലത്തിനു നീ വരുത്തായികെന്നതാശു പറഞ്ഞു ബോധിപ്പിച്ചു പോരുമ്പോൾ. കൃഷ്ണനും പൗരാണികാചാര്യനായ കൃഷ്ണൻ മലരടി കൂപ്പിനാനാദരാൽ. അപ്പോൾ ഹസ്തിനപുരത്തിന് പോവാൻ നമുക്കെന്ന് പറഞ്ഞു. വല്യച്ഛനെയും വല്യമ്മേനെയും കണ്ടും നമസ്കരിക്കണം, ആശീർവാദം വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ആദ്യം വേദവ്യാസം പോയിട്ട് പറഞ്ഞു, അവരെ കുട്ടികളെ ശപിക്കല്ലേ, ഒന്നും അവരൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. നേരം അതിൻ്റെ വന്ന് ഭഗവാനെ നമസ്കരിച്ചു. അദ്ദേഹം ഇവർ പോവുകയും ചെയ്തു അവിടത്തേക്ക്, ഹസ്തിനപുരിയിലേക്ക്. വന്നിച്ചതു ധൃതരാഷ്ട്രീയ മാധവൻ കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ടും ചെന്നു തൊഴുതു. ഗാന്ധാരി തന്നെയും മക്കൾ മരിച്ചു ദുഃഖിച്ചു കരഞ്ഞു തന്നുൾക്കനും വിട്ടിരിക്കും നൃപൻ ദുഃഖം കെടുപ്പതിനാശു ചൊല്ലിയിടാൻ പുഷ്കരനേത്രൻ. പുരുഷോത്തമൻ പരൻ നിത്യമല്ലേ തുമി സംസാരമോർക്കണം, നിത്യമാകുന്നത് നിശ്ചയം ഈശ്വരൻ മുന്നമേ വന്നു ഞാൻ നിന്നോട് മന്നവാ ചൊന്നേനി വണ്ണം വരുമെന്നു സാദരം. നാട്ടിലെങ്ങാനുമില്ലങ്ങ തോറും വസിച്ചൂട്ടിലുമുണ്ടു പൊറുത്തു കൊള്ളാമെന്നും നിന്നോട് തന്നെ ഇരന്തു പാണ്ഡവരെന്നത് തോന്നിയില്ലയല്ലോ വിധിമതം. ഇന്നും നിനക്കു ഞാൻ നല്ലത് ചൊല്ലുവൻ ഒന്നിച്ചിരിക്ക നീ പാണ്ഡവന്മാരുമായി. നിങ്ങൾക്കവരെ ഗതിയെന്നുറക്കണം, നിങ്ങളൊഴിഞ്ഞവർക്കും ഗതിയില്ലേത് നല്ലത് അവർക്കു വരും പ്രകാരം നിനക്കല്ലകന്നു. ഗാന്ധാരിയുമായി നീ കൊല്ലും അവരെ അശ്വത്ഥാമാവിനെ ചെല്ലായെങ്കിൽ ഞാനെങ്ങു നിർണയം ഭൂപതേ. ആരുമേ പിന്നെ ഒരു ഗതി കൂടാതെ പാരിലിരിക്കുമാറാകും ഭവാനിനി. എന്നെ അതിനയച്ചിടുകിച്ചെന്ന് ഞാൻ മന്നവാ പാണ്ഡവസുതന്മാരെ രക്ഷിപ്പൻ. അങ്ങനെയാകെങ്കിലെന്നവനും ചൊന്നാൻ. മംഗലനാകിയ കൃഷ്ണനും അന്നേരം യാത്രയും ചൊല്ലി ഇവരവോട് വന്നിതു പാർത്ഥാദികൾ മേവും ഗോമതി തൻകരെ. ഒറ്റക്കാന്ന് പോയത്. ഒറ്റക്ക് പോയിട്ട് ധൃതരാഷ്ട്രയും പിന്നെ ഗാന്ധാരി ദേവിനെയും കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇങ്ങനെയൊക്കെ വരുന്ന. അന്ന് ഞാൻ പറയുന്നത് കേൾക്കാത്തത് കൊണ്ടല്ലേ ഇന്നിപ്പോൾ ഈ ഗതി വന്നത്. ഇനിയും ഞാൻ പറയുന്നു, ഇനിയെങ്കിലും പിന്നെ പാണ്ഡവന്മാരുമായിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിച്ചാൽ നല്ലത്, അല്ലെങ്കിൽ ഇനിയും തന്നെ ഗതി എന്നൊക്കെ പറഞ്ഞിരുന്നു വേണ്ടത്. അപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ പോയിട്ടില്ലെങ്കിൽ അശ്വത്ഥാമാവ് കൊല്ലും, അവരെ വംശനാശം വരും പാണ്ഡവന്മാർക്ക്. അപ്പോൾ ഞാൻ അവരെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ നേരം പോയിട്ട് ഭഗവാനെ അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞു, സമ്മതം കൊടുത്തു. അങ്ങനെ വേഗം ഗോമതി തീരത്തേക്ക് വന്നാണ്ടെന്ന് ഇവരിയ്ക്കുന്നുണ്ടായിനി. പാപി സുയോധൻ കാലുവമുടിഞ്ഞു സന്താപം കലർന്ന് കിടക്കുന്നു. നേരം കുണ്ഠതയോടെ കരഞ്ഞു വരുന്നത് കണ്ടിതു സഞ്ജയൻ. തന്നെയുമാകുലൽ ചെന്നു തലോടിയരികെ ഇരുന്നവൻ തന്നെ അണച്ചു തഴുകി സുയോധൻ. കണ്ണുനീരാലോല വീഴുന്നത് കൊണ്ട് ഖിന്നതയോടെ തുടച്ചിതു സഞ്ജയൻ. മന്നവൻ ഗാവൽക്കണിയുടെ കണ്ണുനീർ മന്ദമന്ദം തുടർച്ചയിടിനാൻ. ആകുലാൽ യുദ്ധപ്രകാരവും മാരുതി ചെയ്തു ഒരു വൃത്താന്തവും അറിയിച്ചു സുയോധൻ. മാനലോപാധികളേറെ ഉണ്ടാകയാൽ ഞാനൊരു കാരണമായേനിതിനെല്ലാം. കണ്ണും പൊടിഞ്ഞു വയസ്സുമേ പുക്കേറ്റവും ഖിന്നനായി മക്കളുമൊക്കെ മരിച്ചു തന്നാടും പരവശപ്പെട്ടു. വിഷണ്ണയാടൽ പൂണ്ടൊരു പിതാവിനോടാശു നീ ചൊല്ലുക, പോരിൽ മരിച്ചതു ഞാനെന്ന് ചൊല്ലടും എന്നുടെ മാതാവ് തന്നോടും. മാരുതി എന്നെ ചതിച്ച പ്രകാരവും നേരെ പറക, പിതാക്കന്മാരോടുമേ വിശ്വാസമുള്ളൊരു ദൂതനെ വിട്ടുടൻ അശ്വത്ഥാമാദികളോടും അറിയിക്ക എന്നോ പറഞ്ഞങ്ങയച്ചാനവനെയും. പിന്നീടുമെന്തു പറയാവത് ഈശ്വരാ പ്രേത പിശാച നിശാചരന്മാരോടും ഭൂതവേതാള കൂളിപ്പട തന്നോടും. നായ്ക്കൾ കുറുനരി കൂട്ടം കഴുകുകൾ നോക്കിയും വായ്ക്കുൾ വിതന്നായി അടുക്കയും ഗന്ധിച്ചു വന്നു കടിപ്പതിനന്തികെ നിൽക്കയും വീർപ്പുകൾ വാർക്കയും കാലും കരവും ഇളക്കുന്ന നേരത്തു നാലഞ്ചടിയ കന്നൻപോട് വാങ്ങിയും
ഊരിരുട്ടിൽ തുണയാരുമേ കൂടാതെ പാരിൽ കിടന്നു വിധി ഫലമെന്നോർത്തു നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ എന്നേ പറയാവൂ വേണമെന്നാകിലടുത്തതാൾ ചൊൽവനെന്നാനന്ദമോടിരുന്നാൾ കിളിപ്പൈതലും ഇത് ശ്രീ മഹാഭാരതേ ശല്യപർവം സമാപ്തം. നമ്മളങ്ങനെ ഭഗവാന്റെ അപാരമായ കാരുണ്യാതിരേകം കൊണ്ട് ശല്യപർവം കൂടി സമാപിച്ചിരിക്കുകയാണ്. യുദ്ധം കഴിഞ്ഞു, ശല്യപർവം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങനെ ഇതിലെന്താ പറയുന്നത് വെച്ചാൽ നായ്ക്കളും കുറുനരികളെല്ലാം അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഈ കാലം കഴിയാനൊക്കുമ്പോൾ കുറച്ച് ദൂരം പോയി നിൽക്കുന്നു, വീണ്ടും വരുന്നു തിന്നാൻ വേണ്ടിയിട്ട്. അത്രയും ദുഷ്കൃത്യം ചെയ്ത ആൾക്ക് എന്തായാലും ആ പാപം അനുഭവിക്കാതെ പോകില്ല എന്നാണ് പറയുന്നത്. അതിനൊരു തെളിവാണ് ഇതൊക്കെ. എന്നാലും ജനങ്ങൾ നമ്മെപ്പോലുള്ളവർ അറിയുന്നില്ലല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ കിടക്കുന്ന കാല് പൊളിഞ്ഞൊന്നും ശരീരത്തിന് വേറെ എവിടെയും കേടുമില്ലല്ലോ, ഈ കാല് പൊളിഞ്ഞതല്ലേ ഉള്ളൂ. ഇന്നാണെങ്കിൽ ചികിത്സയൊക്കെ ചെയ്യും. എന്നിട്ട് ഇത് കഴിഞ്ഞു. പൈതൽ പറഞ്ഞു ഇന്നിനി എനിക്ക് വയ്യ, വേണമെങ്കിൽ നാളെ പറയാമെന്ന്. നമ്മൾ സൗപ്തിക പർവ്വത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ സൗപ്തിക പർവ്വം ഇന്നിപ്പോൾ പാരായണം ചെയ്യാനും അനുസ്മരിക്കാനൊന്നും സമയമില്ല. നമുക്ക് നാളെ ഭഗവാന്റെ കാരുണ്യാതിരേകം ഉണ്ടെങ്കിൽ നാളെ സൗപ്തിക പർവ്വം പാരായണം ചെയ്യും, അതിൻ്റെ കഥ അനുസ്മരിക്കുകയൊക്കെ ചെയ്യാം. അതിൽ അശ്വത്ഥാമാവ് പ്രതികാരം ചെയ്യുന്നവരോട്, അതാണ് നാളെ നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. പിന്നെ ധൃതരാഷ്ട്രൻ മുതലായവരുടെ ദുഃഖമുണ്ട്, കരച്ചിലും പറച്ചിലും. പിന്നെ സ്ത്രീപർവം, അങ്ങനെ പോണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെറിയ ചെറിയ പർവ്വങ്ങളാണ്. സൗപ്തികം കഴിഞ്ഞ് ഐഷികമായി, ഐഷികം കഴിഞ്ഞ് സ്ത്രീയായി, ശാന്തി, അശ്വമേധം, അനുശാസനികം എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നു. വളരെ പെട്ടെന്ന് തീരാനുള്ളതേ ഉള്ളൂ. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്നിനും പ്രയാസമില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ. ഇനിയിപ്പോൾ നമ്മൾ ഇതുവരെ പാരായണം ചെയ്തത് അനുസ്മരിച്ചതൊക്കെ ആ പൊന്നുപാദത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്തം ന്യായേണ മാർഗേണ മഹിം മഹീശ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. നാരായണ 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 നാരായണ.